ഇന്നേ ചിക്കൻ കാൽ പപ്സ് ഉണ്ടാക്കിയാലോ? ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഒരു മസാല ഉണ്ടാക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈര്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ചിക്കൻ വറുത്തെടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പപ്സിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ വറുക്കാൻ ഉപയോഗിച്ച ഓയിൽ കൂട്ടി കുറച്ച് ഒഴിച്ച് കൊടുത്താലും മതി. ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 1-2 പച്ചമുളക് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഈ മസാലയൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഈ ചിക്കൻ പീസും മസാലയൊക്കെ ഈ ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പപ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇങ്ങനെ എല്ലാ ലെഗ് പീസും കവർ ചെയ്തെടുക്കാം. ലെഗ് പീസ് കുറച്ച് വലുതായതുകൊണ്ട് ഈ ഒരു രീതിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ചെറിയ ലെഗ് പീസാണെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട നന്നായി അടിച്ചെടുത്ത് എല്ലാത്തിൻ്റെയും മുകളിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് 190 ഡിഗ്രിയിൽ 25 മിനിറ്റ്സാണ് വെക്കുന്നത്. ഓരോരുത്തരുടെയും ഓവൻ്റെ ഇതനുസരിച്ച് ടൈമിൽ വ്യത്യാസം വരും. എനിക്ക് ഒരു 25 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കാൽപപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.